എവരിവൺ എല്ലാവരും സുഖമായി ഹാപ്പി ആയിരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളിവിടെ ഹാപ്പി ആയി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഡേ വ്ളോഗ് എടുക്കണം എന്നാണ് വിചാരിക്കുന്നുള്ളത്. നമ്മളുടെ ഡെയിലി വ്ളോഗിൻ്റെ ഡേ 10 ആണ് കേട്ടോ. ഇന്ന് 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ 9 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടു. 10ാം ദിവസത്തെ വീഡിയോ ഞാൻ എന്താ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യം വളരെ കുറച്ച് വ്യൂസ് മാത്രമേ എൻ്റെ വ്ളോഗിന് ഉണ്ടായിട്ടുണ്ടായിരുള്ളൂ. നമ്മൾ 10 ദിവസമായിട്ട് 9 ദിവസമായിട്ട് ഇടാൻ തുടങ്ങിയതിന് ശേഷം വ്യൂവിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്, സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട്. ആ സപ്പോർട്ടിനാണ് ഫസ്റ്റ് താങ്ക്സ് പറയാനുള്ളത്. ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക മുമ്പോട്ടും എന്നെക്കൊണ്ട് ആവുന്ന രീതിയിൽ. ഇപ്പോൾ ഡെയിലി വ്ളോഗിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും കണ്ടന്റ് ഒന്നും കാണാൻ ചാൻസ് ഇല്ല. വെച്ചെടുക്കല്ലേ, എനിക്ക് വേണ്ട. എന്താ പറഞ്ഞത്, കണ്ടന്റ് ഒന്നും കാണാൻ ചാൻസ് ഇല്ല. ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്യണം, ആ ഒരു കാഷ്വൽ വീട്ടിൽ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ഇനിയിപ്പം 2 ദിവസം, ഇപ്പം ഇന്ന് 10ാം ദിവസമാണ്. 10ാം ദിവസത്തെ വ്ളോഗും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിനി നോർമൽ 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ അങ്ങനെ വ്ളോഗ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റും കൂടി അതിൽ ഇൻക്ലൂഡ് ആക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഈ ഡെയിലി വ്ളോഗ് ചെയ്യുമ്പോൾ എനിക്ക് അതിനൊന്നും സമയം കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. എന്തെങ്കിലും ഒരു ഇപ്പോൾ ഓർഗനൈസേഷൻ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും അതെനിക്ക് പറ്റുന്നില്ല. കാരണം ഒരു ദിവസം വീഡിയോ എടുത്തിട്ട് അന്ന് തന്നെ എഡിറ്റ് ചെയ്ത് അന്ന് തന്നെ വോയിസ് ഓവർ ചെയ്ത് അന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്ന രീതിയായിരുന്നു ഞാൻ ഡെയിലി വ്ളോഗിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. കണ്ടിന്യൂ ചെയ്യുക കേട്ടോ ഇങ്ങനെ ഒരു സപ്പോർട്ട്. സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട്, വ്യൂസ് കൂടിയിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ അതിനൊരു ചെറിയൊരു മോട്ടിവേഷൻ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു എന്താ പറയുക, ലൈക്കായാലും എന്തായാലും ചെറിയൊരു പ്രോത്സാഹനം കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നൂലേ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനായാലും വ്യൂവേഴ്സിനായാലും പുതിയ വ്യൂവേഴ്സും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇഷ്ടമാണ്. ഇപ്പം സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വരണ്ടാന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു തിരക്കില്ല ദിവസമായിരിക്കും ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നാളെ ഗൗരീൻ്റെ ഡാൻസ് പ്രോഗ്രാമാണ്, കൾച്ചർ ഫെസ്റ്റ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ്യൂം എടുക്കാനുണ്ട്. കോസ്റ്റ്യൂം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെടുക്കണം, മേക്കപ്പിൻ്റെ സാധനം വാങ്ങിക്കണം, ഓർണമെൻറ്റ്സ് വാങ്ങിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ട്. പിന്നെ വീട്ടിലെ കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്. അമ്മ ഇന്ന് വരും വൈകുന്നേരം, നാളെ ഗൗരീൻ്റെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഗൗരീൻ്റെ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളില്ല ഒരു ദിവസമാണ്. അപ്പോൾ സമയം ഇപ്പോൾ 9 മണിയായിട്ടുണ്ട്. നമ്മളെ കൂട്ടാൻ വേണ്ടി പനീഷേട്ടൻ വരും. വേഗം ചായയും കുടിച്ച് റെഡിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് റെഡിയായിട്ട് അച്ഛനെ കാത്തിക്കാം. അപ്പോൾ ചായ കുടിച്ചിട്ട് റെഡിയായിട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം വരാം. ഇവിടെ പുതിയൊരു തന്നെയാണ്, നമുക്ക് ഒന്നിച്ച് പോകാമല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അച്ഛൻ ഇപ്പോൾ അനീഷേട്ടൻ ഇപ്പോൾ വരും. അപ്പോൾ ചായ കുടിച്ച് റെഡിയായിട്ട് നിൽക്കാം. പഴം കൂട്ടാതെ പഴം കുടിച്ച് കഴിക്കാൻ ഇഷ്ടം, നല്ലത്. പഴം കൂട്ടി കഴിക്കാനല്ലേ നല്ലത്. ഞങ്ങൾ രണ്ടാളും ഭക്ഷണമെല്ലാം കഴിച്ച് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ അനീഷേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുതിയൊരുലാണ് ഡാൻസിൻ്റെ കോസ്റ്റ്യൂം എടുക്കാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ അനീഷേട്ടൻ ആ ഭാഗത്തേക്ക് തന്നെ പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് ആക്കിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതാ പുതിയൊരു എത്തിയിട്ടുണ്ട്. പുതിയൊരു ദക്ഷിൺ വെജിറ്റേറിയൻ ഹോട്ടലിൻ്റെ അടുത്താണ് കേട്ടോ ഈ ഒരു ശങ്കർ കോസ്റ്റ്യൂംസ് എന്ന് പറഞ്ഞിട്ടൊരു വാടകയ്ക്ക്, അതായത് ഡാൻസിൻ്റെ കോസ്റ്റ്യൂംസ് എല്ലാം വാടക കൊടുക്കുന്ന കടയാണ്. ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ, നല്ലൊരു കടയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് മിന്നാന്ന് തന്നെ വന്നിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട്, അതായത് എല്ലാം വേണ്ടതെല്ലാം ബുക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ അവർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പോയി എടുത്തു, അത്ര തന്നെ. പിന്നെ കുറച്ച് ഓർണമെൻറ്റ്സ് എടുക്കാനുണ്ടായിരുന്നു, അതും കൂടി അവിടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് പുതിയൊരു ഫാൻസിയിലേക്കാണ്. കുറച്ച് മേക്കപ്പിൻ്റെ കുറച്ച് സാധനമെല്ലാം വാങ്ങിക്കാനുണ്ടായിന്. ഈ മേക്കപ്പ് റിമൂവറെല്ലാം വേണമല്ലോ ഗൗരിക്ക്. ഡാൻസ് കഴിഞ്ഞ പാട് പിന്നെ ഫാൻസി ഡ്രസ്സാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് സാധനം കൂടി വാങ്ങിച്ചിട്ട് ഞങ്ങൾ കുറച്ച് പച്ചക്കറിയും കൂടി വാങ്ങിച്ചിട്ട് ഞങ്ങൾ റിക്ഷയിൽ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ നമ്മളൊരു സാധനം മാത്രം വാങ്ങിച്ചിട്ടില്ല. ഈ മദർ തെരേസക്ക് കുരിശ്, അതെന്തെങ്കിലും ചെയ്യാം നമുക്ക്. അതൊരു മാല നമുക്ക് അച്ഛനോട് പറയാം. ക്ഷീണിച്ച അതിന് നീ നടന്നിട്ടൊന്നുമില്ലല്ലോ, അങ്ങനെ നല്ല ഓട്ടോയിലല്ലേ വന്നേ. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കോസ്റ്റ്യൂം എടുത്തു, മേക്കപ്പിന് വേണ്ട കുറച്ച് സാധനം വാങ്ങിച്ച്, പിന്നെ നമുക്ക് വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറിയും കാര്യമായിട്ട് വാങ്ങിക്കാനുണ്ടായിരുന്നു. അല്ല വാങ്ങിച്ച് നമുക്കിപ്പോൾ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഗൗരീൻ്റെ ഡാൻസെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യണം, ഉച്ചക്കേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് പണിയെല്ലാം ഉണ്ട് കേട്ടോ.
നടന്ന് മടുത്തു. കുറച്ച് ഈ കോസ്റ്റ്യൂമിൻ്റെ കടയും പിന്നെ നമ്മളെ മാർക്കറ്റും നമ്മൾ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്തായിരുന്നു ഫാൻസിയിലുണ്ടായിരുന്നു പുതിയൊരുവിൽ. അപ്പോൾ അങ്ങോട്ടെല്ലാം പോയി എല്ലാം സെറ്റാണ്. ഇനി ഒരു സാധനം മാത്രം വാങ്ങിക്കാൻ മറന്നുപോയത്, പക്ഷെ ഫാൻസിയിൽ ഉണ്ടാവുമോ എന്ന് അറിയില്ല. കൊന്ത കേട്ടോ, ഈ മറ്റേ മദർ തെരേസയ്ക്ക് വേണ്ടിയിട്ടുള്ള കൊന്ത, അത് വാങ്ങിക്കാൻ മറന്നുപോയി. ഫാൻസിയിൽ ഉണ്ടാവുമോ എന്നും അറിയില്ല, കോസ്റ്റ്യൂമിൻ്റെ അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഇപ്പോൾ ഒന്നുകിൽ ഉണ്ടാക്കണം. നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു ഫാൻസി ഡ്രസ്സിന് വേണ്ടിയിട്ട് മാത്രമല്ലേ, ഒന്നുകിൽ ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ നോക്കട്ടെ വൈകുന്നേരം എവിടെ നിന്ന് കിട്ടുമോ നോക്കണം. കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാമിന് നമ്മളിങ്ങനെ വാടകയ്ക്ക് തന്നെയായിരുന്നു ഡ്രസ്സ് എടുത്തത്. അത് ഇവിടെ നിന്നല്ല, പുതിയൊരുന്നല്ല, നമ്മൾ കണ്ണൂരിൽ നിന്ന് എടുത്തത്. കണ്ണൂർ മുനീശ്വരം കോവിലിൻ്റെ അടുത്തുനിന്ന് ഒരു കടയിൽ നിന്ന് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് മദർ തെരേസൻ്റെ ഫാൻസി ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂം. ഒരു സാരി മോഡലിലാണ് കേട്ടോ ഉള്ളത്, കോട്ടൺ സാരി മോഡലിൽ. ഞൊറിയെല്ലാം ഇട്ട് വെച്ചിട്ടതാ. ഇതാണ് ഇതിൻ്റെ ബ്ലൗസായിട്ട് വരുന്നുള്ളത്. ഇത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, കുറച്ച് വലുതായിരിക്കും ഗൗരിക്ക്. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ശരിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഈ പിങ്കും മഞ്ഞയും കൂടിയ കോമ്പിനേഷനാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ബ്ലൂവും ഓറഞ്ചും പിന്നെ ഗ്രീനും റെഡും, നല്ല ഗ്രീൻ, കട്ടി ഗ്രീൻ അതെങ്കിൽ ഞാൻ എടുക്കുമായിരുന്നു, പക്ഷേ ഇതൊരു ലൈറ്റ് ഗ്രീൻ ആയിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ഈ ഒരു കളർ നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഓർണമെൻറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതെല്ലാം എടുത്തത് ലൈറ്റ് ആയിട്ടില്ല, ലൈറ്റ് വെയിറ്റും അതെ, പിന്നെ കാണാനും കുറച്ച് സിമ്പിളായിട്ടുള്ള ടൈപ്പ് ഓർണമെൻറ്റ്സ് എടുത്തിട്ടുള്ളത്. ഒരു കുഞ്ഞല്ലേ, അപ്പോൾ ഒരുപാട് അങ്ങ് കഴുത്ത് നിറച്ചു ഇങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഒരു വലിയൊരു നെറ്റിച്ചുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് രാധേൻ്റെ കോസ്റ്റ്യൂമിന് ഓർണമെൻറ്റ്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനം നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഈ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടി കുറച്ചും കൂടി നല്ല മഞ്ഞ കളറാണ് കേട്ടോ, കുറച്ചും കൂടി നല്ല അതാണ് ഈ ഒരു മഞ്ഞ കളറിലാണ് വരുന്നുള്ളത് കണ്ടോ. പിന്നെ അതെല്ലാം ഒന്ന് എടുത്തു വെച്ച് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നു കേട്ടോ. ഉച്ചക്കേക്കിൽ അതെല്ലാം പെട്ടെന്ന് ഒന്ന് റെഡിയാക്കണം. എന്നിട്ട് വേണം ഗൗരീനൊന്ന് ഒരു 2-3 പ്രാവശ്യമെങ്കിലും പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം ഡാൻസ്. പിന്നെ ആക്ഷൻ സോങ് ഉണ്ട്, മലയാളം ഇംഗ്ലീഷെല്ലാം. അപ്പോൾ അതെല്ലാം പഠിച്ചതാ, ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാമെന്ന് മാത്രം. അപ്പോൾ വരുമ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറിയെല്ലാം വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് തോരനും പിന്നെ എന്തെങ്കിലും കറിയെല്ലാം ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരം അമ്മ വരും, അപ്പോൾ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ബാക്കി പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ പ്രാക്ടീസ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ ഡെയിലി വ്ളോഗിൻ്റെ അവസാന വ്ളോഗാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.